ഗും ഗുരുഭ്യോ നമഃ. നമ്മുടെ ഇന്നത്തെ തിരുവാതിരക്കളി ക്ലാസ് കാണാം. കളി ക്ലാസ്സിൻ്റെ ബാക്കി എടുക്കുന്ന കണ്ടു നോക്കും. നമസ്കാരം. നമുക്ക് പുതിയ കളി ക്ലാസ്സിൻ്റെ ബാക്കി പഠിക്കാം. സ്റ്റെപ്പിന് വ്യത്യാസമുണ്ട്. സ്റ്റെപ്പ് നമ്മൾ 1 2 3 4 1 2 3 4 എന്ന് പഠിച്ചത്. ചിലപ്പം 1 2 3 4 1 2 3 4 ഇപ്പം നമ്മളിപ്പോൾ അങ്ങനെ എടുക്കണം. ഈ സ്റ്റെപ്പ് തന്നെയാണ്, അതേ സ്റ്റെപ്പ് തന്നെ, പക്ഷെ നമ്മൾ കുറച്ച് മാറ്റി കൊടുക്കുന്നത് അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു തരാം. ഒന്നും കൂടെ 1 2 അതേ കാലം തന്നെയാണ്. വലതുകാലം 2 പ്രാവശ്യം ചവിട്ടുന്നു. 1 2 ഇടതുകാലം നേരെ പുറകോട്ടുള്ള കുറച്ച് സൈഡിലോട്ട് വയ്ക്കണം. അപ്പോഴേ നമുക്ക് ഇങ്ങനെ പോകാനാണേ. പിന്നെ കണ്ടോ, ഇങ്ങനെ വെച്ച് 4. അപ്പോൾ നിങ്ങൾ പറഞ്ഞുതരാം. 1 2 3 4 കണ്ടോ. അപ്പോൾ നമ്മൾ വളച്ചെടുത്തു. 1 2 3. അപ്പം നമ്മുടെ ബോഡി കൂടി തിരിയും കേട്ടോ. അവിടെ നിന്ന് നോക്കി അപ്പോൾ മനസ്സിലാവും. ഇവിടെ നിന്നാണേ. 1 2 3 4 1 2. ഇവിടെ നേരെ 3 4 ഇങ്ങോട്ട് ചെറുതായി ചേർത്ത് കൊടുത്തു. 1 2 3 4 ഉണ്ടോ, ചെറിയുണ്ടോ. 1 2 3 4 ചെയ്ത് നോക്കാം. 1 2 3 4 ആയിട്ടായി. 1 2 കുറച്ച് ചെയ്യണം. 3 4 കുറച്ചൊന്നും പഠിപ്പിക്കും. 2 3 4 1 2 3 4 അതാണ്. പെട്ടെന്ന് പഠിച്ച് മനസ്സിലായ സ്റ്റെപ്പ് ഇല്ലേ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൈ പറഞ്ഞു തരാം എങ്ങനെയാണ്. ഇതാണ് കൈ. 1 2 3 4 നമ്മൾ കൈ വിട്ടേക്കണം ഇങ്ങോട്ട്. അപ്പോൾ ഇതാണ് 1 2 3 4 1 2 3 4 കണ്ട. 1 2 3 4 1. അപ്പോൾ ഇവിടെ അങ്ങോട്ട് മടങ്ങി കൊടുത്തു. 1 2 3 4 4 വരുമ്പോൾ കൈ പറ്റും. കുറച്ചുകൂടെ പറഞ്ഞു തരാം. 1 2 3 4 1 2 3 4 റെഡിയോ. മനസ്സിലായോ? ചെയ്തു. കുറച്ചുകൂടെ മുമ്പോട്ട് നേരെ പുറകോട്ട് പോകാൻ പറ്റുള്ളൂ. 1 2 3 4 1 2 3 4. അപ്പോൾ നമ്മൾ കുറച്ച് ഇങ്ങോട്ടും ചെയ്തിടണം. 2 2 3 4 1 2 3 4 കൈ താഴെ ഇട്ടു. ഒന്ന് 1 2 3 4 1 2 3 4 കൈ താഴെ 4 താഴെ. ഇത് ഇവിടുത്തെ കൈ ഇവിടെ താഴെ കൊടുക്കും. പ്രാവശ്യം കൂടെ 1 2 3 4 1 2 3 4. മനസ്സിലായോ? നന്നായിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. റെഡി. ഒന്ന് ചെയ്യാം. ഒന്ന് അങ്ങോട്ട് ചെയ്തില്ല കേട്ടോ. 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4. പെട്ടെന്ന് പഠിച്ചില്ലേ? എന്തുകൊണ്ടാണ് പെട്ടെന്ന് പഠിക്കാൻ കഴിയും? നമ്മളിതിനും സ്റ്റെപ്പ് പഠിച്ചിട്ടുണ്ട്. ഇനി അങ്ങോട്ടൊന്ന് തിരിഞ്ഞു കൊടുക്കുന്നേ ഉള്ളൂ. ഇനി അടുത്ത സ്റ്റെപ്പ്, ഇതിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സ്റ്റെപ്പാണ് അടുത്ത് പഠിപ്പിക്കാൻ പോണത്. ഭയങ്കര പാടാട്ടോ. 1 2 3 4 ഭയങ്കര പാടാണല്ലേ. അപ്പം 1 2 3 4 ഇതാണ് സ്റ്റെപ്പ്. അത് വലതുകാലം മുമ്പോട്ട് വെച്ചു, ഇടതുകാലം സമത്തിൽ വെച്ചു, വീണ്ടും ഇടതുകാലം പുറകോട്ട് വെച്ചു, വലതുകാലം സമത്തിൽ വെച്ചു. പക്ഷെ ചെറിയ ഇതുള്ളത് 1 2 2 വരുമ്പോൾ താഴ്ന്നു നിൽക്കണം. 3 4 അവിടെ എന്താണ്. അപ്പം 2നും 4നും നമ്മൾ താഴണം. 1 2 3 4 1 2 3 4 1 2 3 4. മനസ്സിലായോ? ചെയ്ത് നോക്കിക്കേ. 1 2 3 4 1 2 3 4 അത്രേ ഉള്ളൂ. 1 2 3 4 1 2 3 4. നന്നായിട്ട് മനസ്സിലായല്ലോ. അവിടെ നമുക്ക് കൈ ഇതാണ്. 2 കൈ ഇവിടെ നമ്മൾ ഇങ്ങോട്ട് പിടിച്ചു. 1 2 3 4. ഇപ്പം കൈ എടുക്കുന്നത് 1 2 മുമ്പോട്ട് വെച്ച് കൈ 3 4 എടുത്ത് വെച്ച്. മനസ്സിലാവുന്നുണ്ടോ? അപ്പം നമ്മൾ കൈയെ പിടിച്ചിട്ട് 1 നമ്മൾ മുമ്പോട്ട് തെറ്റി, കാലും കൈയും കൂടെ മുമ്പോട്ട് തെറ്റി. 1 2 നമ്മൾ താഴെ കൊടുത്തു.
ഇന്ന് 3 വരുമ്പോൾ കാലും കൈയും പുറകോട്ട് വലിച്ചു 4 ചെയ്ത് നോക്കാം. 1 2 3 4 1 2 3 4 അത്രേ ഉള്ളൂ സ്റ്റെപ്പ്. നന്നായിട്ട് മനസ്സിലായല്ലോ. നമുക്ക് ചേർത്ത് ചെയ്യാം അല്ലേ? ഇത് മാത്രം ചേർത്ത് ചെയ്യാം. റെഡി? 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 ഇത്രയുള്ള സ്റ്റെപ്പ്. അപ്പം നമുക്ക് രണ്ടും കൂടെ ചേർത്ത് ചെയ്യാം. ചെയ്ത് നോക്കാനും ആദ്യത്തെ രണ്ടാമത്തെ ഇവിടെ അത് നമ്മളെങ്ങനെ എടുത്തു? ഒരു കൈ എടുത്തു അല്ലേ? അപ്പം നമ്മൾ ചെരിഞ്ഞു കൊടുത്തു. 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 ഒന്ന് ചെയ്യാം. 1 2 3 4 1 2 3 4 ഇനി കൊണ്ടാണ് 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 കണ്ടോ? വളരെ ഈസിയല്ലേ? ഇപ്പോൾ ഈ കാലം ഇങ്ങനെ വെച്ചു അങ്ങോട്ട് പോയി. അത്രയേ ഉള്ളൂ. രണ്ടും നന്നായിട്ട് മനസ്സിലായാലോ? ശരി. ഇതാണ് 1 2 3 4 വെറുതെ കേട്ടോ. 1 2 3 വലതുകാലം എടുത്തോണ്ട് വെച്ചു, ഇടതുകാലം എടുത്തോണ്ട് വെച്ചു. അപ്പം 1 വലതുകാലം വെച്ചു, 1 തിരിച്ച് അതാ അതിൻ്റെ സ്ഥാനത്ത് കൊണ്ടുവന്നു, ഇടതുകാലം തിരിച്ച് വെച്ചു, ഇടതുകാലം അതിൻ്റെ സ്ഥാനത്ത്. അപ്പോൾ വലതുകാലം നമ്മൾ എങ്ങോട്ട് വെച്ചു? വലത്തോട്ട് വെച്ചു. അല്ല സോറി, വലതുകാലം ഇടത്തോട്ട് വെച്ചു, തിരിച്ച് വലതുകാലം സമത്തിൽ വെച്ചു. വീണ്ടും ഇടതുകാലം വലത്തോട്ട് വെച്ചു, ഇടതുകാലം സമത്തിൽ വയ്ക്കുന്നു. അപ്പം 1 2 3 കുറച്ചൊന്ന് മുട്ട് മടക്കിയിട്ടാണ് 1 2 3 4. അപ്പം നമ്മൾ ചെരിഞ്ഞു. 1 2 3 4 1 2 3 4 1 2 3 ഇങ്ങനെ നടന്നു പോകണം. കുറച്ച് നടന്നു പോകണം. മനസ്സിലായില്ലേ? ചെയ്തു നോക്കൂ. 1 അത്ര 1 2 3 ഇല്ല, 1 2 എഴുതും. 1 2 3 4 1 2 3 4 ഒന്ന് മുട്ട് മടക്കണം. 1 2 അതല്ല 3 4 1 2 3 4 മനസ്സിലായോ? നന്നായിട്ട്. അവിടെ പ്രത്യേകിച്ച് നമുക്കൊന്നും ചെയ്യാനില്ല. നമ്മൾ വെറുതെ ക്ലാപ്പ് ചെയ്യുന്നു. 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4. അപ്പം നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങോട്ട് ചെരിഞ്ഞു കൊടുത്തു, ഇങ്ങോട്ട് നോക്കി ചെയ്തപ്പോൾ 1 2 താഴെ 3 4 മുട്ട് മടക്കണം. 1 2 3 4 1 നടന്നു പോയില്ല അങ്ങോട്ട്. 3 4 1 അല്ല നടന്നു പോകണം. എങ്ങനെ നടന്നു പോകും? 1 അല്ല ഈ കാലം ഒന്നും ചെയ്യണ്ട. 1 2 3 4 1 2 3 4 1 2 3. അപ്പം നമ്മൾ ഇത് കൈ നേരെ കുറച്ച് താഴോട്ട് വെച്ചാൽ മതി. ഇവിടെ എങ്ങനെയാണ് കൈ കേട്ടോ? ഇത്രല്ല 1 2 3 4 1 2 3 4 അത്രയേ ഉള്ളൂ കൈ. 1 2 കൈ വീശെടുക്കണ്ട. കൈ വീശെടുക്കുന്നത് ഇങ്ങനെ ഇവിടെ ഉരുത്തിങ്ങനെ 1 2 3 4 1 2 3 4 1 2 ഇതൊരു കാലത്ത് നമ്മളൊന്ന് കുഞ്ഞാലിന് താഴെ പറ്റുള്ളൂ. 1 2 3 4 1 2 3 4. അപ്പോൾ നമ്മൾ ഇത് തട്ടുമ്പോൾ കൈ പൊട്ടുമ്പോൾ ഇങ്ങനെ പൊട്ടരുത്, ഇങ്ങനെ ഓട്ടണം. 1 2 ഇങ്ങനെ ഓട്ടണം, ഇങ്ങനെ ഓട്ടണ്ട, ഇങ്ങനെ ഓട്ടാൻ പറ്റില്ല. 1 2 3 4 താഴെ 1 2 3 4. ഇതൊക്കെ പഴയ രീതിയിൽ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. പണ്ട് കാലത്തൊക്കെ എൻ്റെയൊക്കെ മുത്തശ്ശേരി സമയത്തൊക്കെ അവരിങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. അത് ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. എനിക്ക് ഓർമ്മയുണ്ട് പണ്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് ഞാൻ. പക്ഷെ പിന്നെ അതൊക്കെ മാറ്റം വന്നു. കുറച്ചും കൂടെ സോഫ്റ്റായിട്ട് എടുത്ത് തുടങ്ങി. സോഫ്റ്റാണ് ഈ ഫാസ്റ്റ് മൊമെൻറ്റ്സ് എടുത്ത് അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചേർത്ത് ചെയ്യാല്ലേ വരും. ഞാൻ എൻ്റെ പറയുകയുള്ളൂ. 2 3 4
ഒന്നാണ് നമ്മൾ ഇവിടെ വരെ എത്തി. അവിടെ വരുന്നത് ഇവിടെ വരെ എത്തിയല്ലോ. നമുക്ക് ഈ മൂന്നും കൂടെ ചേർത്ത് നോക്കിയാലോ. ആദ്യത്തെ ഫസ്റ്റ് സെക്കൻഡും തേർഡും ചേർത്തില്ല അല്ലേ? നോക്കാം നമുക്ക്. പഠിച്ചാൽ മൂന്നെണ്ണം പഠിച്ചില്ല പറയുന്നത്. ആ 3 സ്റ്റെപ്പ് നമുക്ക് ഒരുമിച്ച് ചെയ്ത് നോക്കാം. ഓർമ്മയുണ്ടോ? ശരി. ആദ്യത്തെ 1 2 3 4 1 2 3 4. ഒന്നുകൂടെ 1 2 3 4 1 2 3 4 1 2 1. ഇതാണ് 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2. അടുത്തത് 1 2 3 4 1 2 3 4. നല്ലോണം 1 2 3. അവിടെ തെറ്റിപ്പോ. സ്റ്റെപ്പ് ഇതാണ് 1 2 3 4 1 2 3 4 1. അത് എന്തായാലോ 1 2 ഇവിടെ ചവിട്ടി വേണ്ട. 1 നേരെ തിരിച്ച് ഇവിടെ കൊണ്ടുവച്ചു. 1 2 മറ്റേ 3 4. മുമ്പോട്ട് 1 2 3 4 1 2 3 4 1 2 3 4. ഇത്രയേ ഉള്ളൂ. നന്നായിട്ട് മനസ്സിലായല്ലോ? സംശയമുണ്ടോ? ഇല്ലല്ലോ. ശരി. ഈ എടുത്ത 3 സ്റ്റെപ്പും നന്നായിട്ട് മനസ്സിലായി. സംശയമൊന്നുമില്ലല്ലോ അല്ലേ? സംശയം എനിക്ക് അടുത്ത ക്ലാസ് ശരിക്കും പഠിച്ചില്ലെങ്കിൽ. അപ്പോൾ നന്നായിട്ട് മനസ്സിലായി. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കി പഠിക്കാം. ക്ലാസ് കണ്ടല്ലോ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും പഠിക്കാൻ ശ്രമിക്കുക. ഇത്ര നേരം കണ്ടതുവരെ